So the first step in the technique of gene cloning was generation of DNA fragments. അതിൽ 3 മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. DNA എൻസൈമോ മെക്കാനിക്കലായിട്ടോ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫ്രാഗ്മെൻറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യുക. സദേൺ ബ്ലോട്ടിംഗ് വഴി നമുക്ക് സ്യൂട്ടബിൾ DNA ഐഡൻറ്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ആദ്യത്തെ മെത്തേഡ് ഓഫ് ജനറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് mRNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം യൂസ് ചെയ്ത് നമുക്കൊരു കോംപ്ലിമെന്ററി DNA പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ DNA നമുക്ക് ഫ്രാഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ്. DNA ഫ്രാഗ്മെന്റ്സിനെ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ള ടെക്നിക്കിൽ വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ആർ gene cloning is the placement of the gene in a vector. First we have to select a suitable vector. Second step is most important because we have to select suitable vectors. Vectors are most commonly used in gene cloning is plasmids and phages. And then we join the foreign DNA with the vector, cloning vector, and we get a recombinant DNA. How this is done? That is shown here. This is a target gene. ഈ ടാർജറ്റ് ജീൻ തന്നെയാണ് ടാർജറ്റ് DNA എന്ന് പറയുന്നത്. ടാർജറ്റ് DNA നെ ഫോറിൻ DNA എന്ന് പറയും, DNA ഇൻസേർട്ട് എന്ന് പറയും. So such a target DNA, we combine it to the vector which can be a plasmid. പ്ലാസ്മിഡിനെയും കട്ട് ചെയ്യും, ചെറിയ ഇങ്ങനെ ഒരു ഇൻസെഷൻ ഉണ്ടാക്കി കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന ഈ സീക്വൻസിന്റെ പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസസ്. അപ്പോൾ ആ പാലിൻഡ്രോമിക് സീക്വൻസസിന്റെ ഇടയിൽ ഓരോ പൊസിഷനിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്ന എൻസൈംസ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതേപോലെ തന്നെ ടാർജറ്റ് ജീനിനെയും അതേ രീതിയിൽ കട്ട് ചെയ്യുന്ന ICOR1 എന്നൊക്കെ പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കട്ടിങ് നടക്കുന്നത്. ഈ ഗ്യാപ്പിന്റെ ഇടയിലേക്കാണ് നമ്മളുടെ ടാർജറ്റ് ജീനിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് വെക്ടറാണ്, ഇത് ടാർജറ്റ് ജീനാണ്. രണ്ടിനെയും കട്ട് ചെയ്ത് നമ്മൾ സ്പ്ലൈസ് ചെയ്യും. സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ വി കട്ട് ദ ജോയിൻ ദ ബ്രോക്കൺ എൻഡ് ഓഫ് ദ വെക്ടേഴ്സ് വിത്ത് ദ DNA ഓഫ് സീക്വൻസ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ജോയിൻ ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിഗേസ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് ജീൻ സ്പ്ലൈസിങ്. സോ ഈ ജീൻ സ്പ്ലൈസിങ് 3 വിധത്തിലുണ്ട്. ഏറ്റവും കോമൺ മെത്തേഡാണ് കൊഹസീവ് എൻഡ് ലിഗേഷൻ. അപ്പം ഇതിന്ന് ആ വേർഡിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. കൊഹസീവ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്കി എൻഡ്സ് ആണ്. കൊഹസീവ്നെസ് എന്നൊക്കെ സ്റ്റിക്കി എൻഡ്സ്. സ്റ്റിക്കി എൻഡ് ലിഗേഷൻ, ലിഗേഷൻ എന്ന് വെച്ചാൽ ജോയിനിങ് എന്നാണ്. അപ്പോൾ ഈ ഒരു വേർഡിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓർത്ത് വെക്കാൻ സാധിക്കണം. അപ്പോൾ കൊഹസീവ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കി ആയിട്ടുള്ള എൻഡ് ഭാഗം അതിനെ ലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കൊഹസീവ് എൻഡ് ലിഗേഷൻ മീൻസ് സ്റ്റിക്കി എൻഡ് joining. So sticky end or cohesive end ligation is a common method. In this method, due to the presence of a palindromic sequence, restriction enzyme causes staggered cuts. Staggered cut എന്ന് പറഞ്ഞാൽ sticky cuts ആണ്. ഇത് ഇങ്ങനത്തെ കട്ടിങ് വരില്ലേ, അതിനെയാണ് സ്റ്റാഗേർഡ് എൻഡ് കട്ട്. ബ്ലണ്ട് എൻഡ് എന്ന് വെച്ചാൽ ഒരേപോലെ ക്ലീൻ ആയിട്ടുള്ള കട്ട്സ് ആണ് ബ്ലണ്ട് എൻഡ് കട്ട്. ഇതെന്ന് വെച്ചാൽ ഒരു ഭാഗം പ്രൊട്രൂഡ് ചെയ്യുന്നു, ഒരു ഭാഗം ചെറുതാണ്. അതിനെയാണ് സ്റ്റാഗേർഡ് കട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി കട്ട് എൻഡ് കട്ട്സ് എന്നൊക്കെ പറയാം. അതിനെയാണ് കൊഹസീവ് എൻഡ് എന്നും പറയാം. അപ്പോൾ ഇത് ഉണ്ടാവുന്നത് നമ്മളുടെ കട്ടിങ് എന്ന് പറയുന്നത് GAATTC എന്ന് പറയുന്ന പാലിൻഡ്രോമിക് സീക്വൻസ്. അത് തിരിച്ചു വായിക്കുമ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാവുന്നതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അപ്പോൾ ഈ Gയും Aന്റെ ഇടയിലാണ് കട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഒരു അൺഈക്വൽ ആയിട്ടുള്ള എൻഡായിട്ട് അത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് കോംപ്ലിമെൻ്ററി സിംഗിൾ സ്ട്രാൻഡഡ് സ്റ്റിക്കി എൻഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എൻസൈം ICOR1 which cuts the sequence at a specific position. When another DNA is similarly cut by the same enzyme, sticky end having the same sequences in single stranded ends are produced. ഇതേപോലെ
ഈ ഇക്കോ R1 കട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഒരേപോലെ സ്റ്റിക്കി എൻഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ so it is easy to join them. So they will be produced so that when it is mixed with the previous molecule similarly treated with the enzyme, the two pieces will join producing the recombinant DNA. അതെന്താണെന്ന് വെച്ചാൽ ഇതിലും ഒരേ എൻസൈം തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലത്തെ സ്റ്റിക്കി എൻഡാണ് ഇതിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെക്ടറിലായാലും ഇതേ രൂപത്തിൽ തന്നെയാണ് കട്ടിങ് നടക്കുന്നത്. ഇപ്പോൾ രണ്ടും സ്റ്റിക്കി എൻഡ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ എൻസൈം ലിഗേസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ദിസ് മെത്തേഡ് ഹാസ് an advantage of regenerating two restriction sites in chimeric DNA so that the foreign DNA segment can be retrieved easily from the cloned copy of chimeric DNA again by cleavage again with enzyme. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഇതിപ്പോൾ ജോയിൻ ചെയ്തു, ഇനി അതിനെ നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നു. ഇനി കുറേ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഫോറിൻ DNA കുറേ കോപ്പീസായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്കൊക്കെ ചെയ്യുന്നത്, അല്ലേ? നമ്മൾക്കൊരു ഡിസയേർഡ് DNA ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനാണ് നമ്മളുടെ ഡിസയേർഡ് DNA. അതിൻ്റെ ഒരു ചെറിയ ഫ്രാഗ്മെൻറ്റ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു വെക്ടറിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ വെക്ടറിനെ നമ്മൾ ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നു. തിരിച്ച് നമുക്ക് ആ ഡിസയേർഡ് DNAയുടെ കോപ്പീസ് എല്ലാം തിരിച്ച് റിട്രീവ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഉള്ള സ്റ്റിക്കി എൻഡ് മെത്തേഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് നമുക്കത് എടുക്കാൻ സാധിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. കൊഹസീവ് എൻഡ് ലിഗേഷൻ വഴി അത് എളുപ്പമായിരിക്കും. There are disadvantages for this method. That is, the cleaved end of the vector or of the foreign DNA may join end to end before getting inserted. The recognition site, particularly in the sequence to be cloned, may not lie in a convenient position so that only a part of the desired segment may be inserted. ഇതിൽ വരുന്ന രണ്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ കട്ടിങ് നടന്ന ഉടനെ തന്നെ ഇതിന് വേണമെങ്കിൽ അതിന് തിരിച്ച് ഈ എൻഡ്സ് തമ്മിൽ യോജിക്കാൻ, ദാറ്റ് ഈസ് ഓഫ് ടാർജറ്റ് ജീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാർജറ്റ് ജീനിൻ്റെ തന്നെ രണ്ടറ്റം വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി കാണിക്കാം. അതേപോലെ തന്നെ ഈ പ്ലാസ്മിഡ് കട്ട് ചെയ്ത ഉടനെ തന്നെ ഇതിൽ ഇറ്റ് മേ അണ്ടർഗോ സർക്കുലറൈസേഷൻ. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ വേറെ ദാറ്റ് ഈസ് എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ടെക്നിക്. സോ ഇറ്റ് മേ ബി ഹാവിങ് ഈ ചിലപ്പോൾ കട്ട് ചെയ്യുന്ന സ്ഥലം വളരെ ചെറിയൊരു പോർഷൻ ആയിരിക്കാം. അപ്പോൾ അവിടെ ചെറിയ ഭാഗം മാത്രമേ ഇൻസേർട്ടഡ് ആവാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഈ ടെക്നിക്കിനുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. While placing a vector, we can do it by the gene splicing can be done in cohesive end ligation method, which is the most common method. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. അടുത്തതായിട്ട് ഹോമോപോളിമർ ടെയിലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ DNA we can cut this DNA can be cut at a desired position both in vector and in the clone without the staggered cleavage. Staggered cleavage എന്ന് വെച്ചാൽ സ്റ്റിക്കി എൻഡ് അല്ലാതെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. Using a precursor dinucleotide ATP, that is poly DA is added to the 3' end of the vector with the help of enzyme terminal transferase. Similarly, we use precursor dinucleotide TTP poly DT. Poly DT is added at the 3' end of the DNA sequence to be cloned. The vector and the clone can then be joined by annealing this poly DA tail with the poly DT tail. Then by ligating them using DNA ligase.
Here there will be no chance of re-annealing of the two ends of the same DNA molecule. However, it will be very difficult to retrieve the inserted DNA fragment due to the loss of recognition sites. We can also use poly-DG tails and poly-DC tails instead of poly-DA tails and poly-DT tails. Those hybrids are more stable and retrieval is possible using the enzyme PST1. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ നമുക്ക് DNA, ഫോറിൻ DNA ഉണ്ട്, പ്ലാസ്മിഡ് DNA ഉണ്ട്. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് നമ്മൾ എക്സോന്യൂക്ലിയസ് വെച്ചിട്ട് അതിൻ്റെ എൻഡ് റീജിയൻ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ EcoR1 അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ്. അപ്പോൾ നമ്മൾ എൻഡ് റീജിയൻ ആ ഭാഗത്ത് 3' എൻഡിൽ, this is 5' end, this is 3' end, കോംപ്ലിമെന്ററി സ്റ്റാൻഡിൽ 5' end, 3'. ഈ 3' റീജിയനിൽ ഒരു DNA ഫ്രാഗ്മെന്റ് നമ്മൾ പോളി എ ടെയിൽ എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന എഡിനിൻ ബേസ് നമ്മൾ ആഡ് ചെയ്യാണ്. ഈ ഭാഗത്തും നമ്പർ ഓഫ് എ എന്ന് പറയുന്ന ടെയിൽ ആഡ് ചെയ്യാണ്. പ്ലാസ്മിഡ് DNAയിലും നമ്മൾ ഇതേപോലെ എൻഡ് റീജിയൻ കട്ട് ചെയ്തിട്ട് 3' എൻഡിലേക്ക് പോളി DT ടെയിലാണ് ടെയിൽ അറ്റാച്ച് ചെയ്യുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ചിട്ടാണ് ഇത് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ അല്ലെങ്കിൽ TT എന്ന് പറയുന്ന ടെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിച്ച് അത് സ്റ്റിക്ക് ചെയ്യില്ല. എന്നുവെച്ചാൽ ആ DNA തന്നെ അതിൻ്റെ ഇൻഡിവിജ്വലി ആയിട്ട് അത് എൻസ് കൂട്ടി യോജിക്കില്ല. സോ വെൻ വി ആഡ് പോളി A tail and poly T tail, this individual DNA won't stick to this, that is the ends won't stick to each other, so it will remain as linear. So it will be very easy for them to for us to ligate the or join the foreign DNA with our plasmid DNA. But the one disadvantage here is that in the last step of retrieving these copies of foreign DNA back, that will be a difficult process. So that is about homopolymer tailing. So instead of this poly A tail and T tail, we can also use poly G tails and C tails. So that's how we can do the homopolymer tailing. Last step is blunt end ligation. Blunt end എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് ക്ലീൻ കട്ട്സ് ആണ്. ഇവിടെ പ്രൊട്രൂഡിങ് ആയിട്ടുള്ള എൻഡുകളൊന്നും ഇല്ലാത്ത കട്ട്സ് ആണ് ബ്ലണ്ട് എൻഡ് കട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ട സ്റ്റിക്കി എൻഡ് കട്ടാകുമ്പോൾ ഒരു ഭാഗം വലുതും മറ്റേ ഭാഗം ചെറുതുമായിട്ടാണ് വരിക. ബ്ലണ്ട് എൻഡിന് അങ്ങനെയില്ല, ഈക്വൽ ആയിട്ടാണ് രണ്ട് ഭാഗം കട്ടാകുന്നത്. അതിനെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ബ്ലണ്ട് എൻഡ് ലിഗേഷനിൽ വരുന്നത്. In this method, a restriction enzyme is used to cut the duplex DNA at the same place in both strands of DNA. The broken ends are then used for joining with the two ends of another DNA molecule, irrespective of the sequences present at the broken end of the two DNA molecules. T4 DNA ligase is used for joining the two ends. T4 DNA ligase ആണ് ഇതില് രണ്ട് ബ്ലണ്ട് എൻഡിനെയും യോജിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന എൻസൈം. The main disadvantage is that any two broken ends may join, including those belonging to the same DNA molecule. അപ്പോൾ ഈ DNAയുടെ അതേ ഭാഗം തന്നെ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും ഇൻസ്റ്റെഡ് ഓഫ് ദ വെക്ടർ ആൻഡ് ദ ഫോറിൻ DNA. അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ്. This is use of linkers. Linkers എന്താണെന്ന് പറഞ്ഞാൽ blunt end ligation can be used for developing a method in which DNA to be cloned can be easily retrieved whenever required. This makes use of short DNA duplexes or linkers that contain EcoR1 palindromes or equivalent palindromes, which being small in size can be synthesized chemically. And linkers.